Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. പയ്യന്നൂർ സഹകരണ ആശുപത്രി, സൗത്ത് ബസാർ, പയ്യന്നൂർ. The Payyannur Eye Foundation, Super Speciality Eye Hospital. വിദ്യാപീഠം കോളേജ്, സപ്ലൈകോ റോഡ്, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. വിദ്യാപീഠം കോളേജ് കോഓപ്പറേറ്റീവ് സ്റ്റോറിന് മുൻവശം, പയ്യന്നൂർ. ഫർണിച്ചർ സെന്റർ, പയ്യന്നൂർ, നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ്, താഴത്തുവയൽ, പെരുമ്പ, പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ്, ഗാന്ധി പാർക്കിന് സമീപം, പയ്യന്നൂർ. സംസ്ഥാനത്ത് ഇന്ന് 5445 പേർക്ക് കോവിഡ്. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ ആശങ്കയുണർത്തി കോവിഡ് സമ്പർക്ക കേസുകൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം രോഗം സ്ഥിരീകരിച്ചത് 38 പേർക്ക്. സൗഹൃദ സന്ദർശനം വഴിയും ബന്ധുവീടുകളിലേക്കുള്ള സന്ദർശനത്തിലൂടെയുമാണ് കോവിഡ് ബാധിച്ചതെന്ന് ആരോഗ്യവകുപ്പ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 147 ഡോക്ടർമാർക്കും 521 നഴ്സുമാർക്കും സർക്കാർ അംഗീകാരം നൽകി. 247 അധ്യാപക തസ്തികകളിൽ 100 പുതിയ നിയമനങ്ങൾ. ചീമേനിയിൽ വരുമെന്ന് പ്രഖ്യാപിച്ച വൈദ്യുതി സബ്സ്റ്റേഷനും സോളാർ പാർക്കും ഉപേക്ഷിക്കാൻ സാധ്യത. തൊഴിലാളികളുടെ എതിർപ്പാണ് പദ്ധതി ഉപേക്ഷിക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. വിപ്ലവ തേജസ് ഏണസ്റ്റോ ചെഗുവേര ഓർമ്മയായിട്ട് ഒക്ടോബർ 9 53 വർഷമാകുന്നു. ഈ വേളയിൽ ചേയുടെ 6 അടി ഉയരത്തിലുള്ള കോൺക്രീറ്റ് ശില്പം നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് പയ്യന്നൂർ സ്വദേശിയായ PV രാജീവൻ. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ ആശങ്കയുണർത്തി കോവിഡ് സമ്പർക്ക കേസുകൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം 38 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഭൂരിഭാഗം പേർക്കും സൗഹൃദ സന്ദർശനം വഴിയും ബന്ധുവീടുകളിലേക്കുള്ള സന്ദർശനത്തിലൂടെയുമാണ് കോവിഡ് ബാധിച്ചതെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. കഴിഞ്ഞ ഒരു മാസമായി പയ്യന്നൂരിലുള്ള കോവിഡ് സമ്പർക്ക കേസുകളിൽ ഭൂരിഭാഗം പേർക്കും സൗഹൃദ സന്ദർശനത്തിലൂടെയും ബന്ധുവീടുകളിലെ സന്ദർശനം, വിവാഹങ്ങളിൽ പങ്കെടുക്കൽ എന്നിവ വഴിയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിൽ ബുധനാഴ്ച 38 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 16-ാം വാർഡ് പെരുമ്പയിൽ 6 പേർക്കും 27-ാം വാർഡായ ടെമ്പിൾ വാർഡ്, 44-ാം വാർഡായ വെള്ളൂർ വെസ്റ്റ് എന്നിവിടങ്ങളിൽ 4 പേർക്ക് വീതവും, ടൗൺ വാർഡ്, പുഞ്ചക്കാട് എന്നിവിടങ്ങളിൽ 3 പേർക്ക് വീതവും, 2, 13, 25, 32, 34 വാർഡുകളിൽ 2 പേർക്ക് വീതവും, 1, 8, 17, 26, 35, 36, 37, 42 വാർഡുകളിൽ 1 വീതവുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എല്ലാവർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നിരിക്കുന്നത്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ സമീപ ജില്ലയിൽ നടന്ന ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തവർ, സമീപ പ്രദേശങ്ങളിൽ നിന്ന് സൗഹൃദ സന്ദർശനത്തിന് എത്തിയ അടുത്ത ബന്ധുക്കൾ വഴി എന്നിങ്ങനെയാണ് രോഗബാധയുണ്ടായിരിക്കുന്നത്. രോഗബാധിതരാകുന്നവർ യാത്ര ചെയ്ത സ്ഥലങ്ങൾ, സന്ദർശിച്ച സ്ഥാപനങ്ങൾ, സമ്പർക്കമുണ്ടായ വ്യക്തികൾ എന്നിവ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകണമെന്ന് നഗരസഭാ ചെയർമാൻ അറിയിച്ചു. കോവിഡ് കൂടുതൽ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പനിയുള്ളവർ വിവരം മറച്ചുവെക്കാതെ ഡോക്ടറെ കാണുക. പനി വിവരം മറച്ചുവെച്ച് വീടുകളിൽ കഴിയുന്നവരുടെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുക. വീടുകളിലേക്കുള്ള സൗഹൃദ സന്ദർശനത്തിനെതിരെ എല്ലാവരും ബോധവൽക്കരണം നടത്തുക. മുതിർന്നവരും ഗർഭിണികളും കുട്ടികളും മറ്റു രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവരും വീടുകളിൽ തന്നെ കഴിയുന്നുവെന്ന് ഉറപ്പുവരുത്തുക. മത്സ്യവിൽപ്പനക്കാരും പാൽ വിൽപ്പനക്കാരും കൃത്യമായി മാസ്ക് ധരിക്കുന്നുവെന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. യാത്ര ചെയ്യുന്നവർ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കുക. ഓരോരുത്തരും നിയന്ത്രണങ്ങൾ പാലിക്കാൻ സ്വയം തയ്യാറാകുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 147 ഡോക്ടർമാർക്കും 521 നഴ്സുമാർക്കും സർക്കാർ അംഗീകാരം നൽകി. 247 അധ്യാപക തസ്തികകളിൽ 100 പുതിയ നിയമനങ്ങളാണ്. ഇതുൾപ്പെടെ 768 തസ്തികകൾ സൃഷ്ടിക്കാൻ സർക്കാർ അനുമതി നൽകി. 45 പ്രൊഫസർ, 44 അസോസിയേറ്റ് പ്രൊഫസർ, 72 അസിസ്റ്റന്റ് പ്രൊഫസർ, 26 ലെക്ചറർ, 6 ട്യൂട്ടർ, 36 സീനിയർ റെസിഡന്റ്, 18 ജൂനിയർ റെസിഡന്റ് എന്നീ വിഭാഗങ്ങളിലാണ് അധ്യാപക തസ്തിക സൃഷ്ടിച്ചത്. 2 നഴ്സിംഗ് സൂപ്രണ്ട് ഗ്രേഡ് 2, 11 ഹെഡ് നഴ്സ്, 232 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 1, 276 സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 എന്നിങ്ങനെയാണ് നഴ്സിംഗ് തസ്തിക സൃഷ്ടിച്ചത്.
സർക്കാർ 1 വർഷം മുൻപ് ഏറ്റെടുത്ത മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുന്നതിന്റെ ആദ്യഘട്ട നിയമനമാണ് നടന്നത്. ഇതുകൂടാതെ കണ്ണൂർ മെഡിക്കൽ കോളേജിനെ മറ്റ് മെഡിക്കൽ കോളേജുകളെ പോലെ ഉയർത്തുന്നതിന്റെ ഭാഗമായി വിപുലമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ സുഗമമായ പ്രവർത്തനത്തിന് 17.93 കോടി രൂപ അടുത്തിടെ അനുവദിച്ചിരുന്നു. 5.5 കോടി രൂപ ചെലവഴിച്ച് നൂതന കാത്ത് ലാബ് സജ്ജമാക്കി വരുന്നു. മെഡിക്കൽ കോളേജിലുള്ള 2 കാത്ത് ലാബുകൾക്ക് പുറമെയാണ് പുതിയ നൂതന കാത്ത് ലാബ് സജ്ജമാക്കുന്നത്. 1 ലക്ഷത്തോളം കാത്ത് ലാബ് പ്രൊസീജിയറാണ് ഇതുവരെ ഇവിടെ നടത്തിയിട്ടുള്ളത്. കാർഡിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സർവേ പ്രകാരം കാത്ത് ലാബ് പ്രൊസീജിയർ നടത്തിയ ആശുപത്രികളിൽ ഇന്ത്യയിൽ 4ാമത്തെയും കേരളത്തിൽ 1ാമത്തെയും സ്ഥാനമാണ് കണ്ണൂർ മെഡിക്കൽ കോളേജിനുള്ളത്. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ 11 തസ്തിക സൃഷ്ടിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഈ തസ്തിക സൃഷ്ടിച്ചത്. മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കിഫ്ബി വഴി തുക അനുവദിക്കുന്നതിന് പ്രൊപ്പോസൽ നൽകി നടപടി സ്വീകരിച്ചു വരികയാണെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചീമേനിയിൽ വരുമെന്ന് പ്രഖ്യാപിച്ച വൈദ്യുതി സബ്സ്റ്റേഷനും സോളാർ പാർക്കും ഉപേക്ഷിക്കാൻ സാധ്യത. തൊഴിലാളികളുടെ എതിർപ്പാണ് പദ്ധതി ഉപേക്ഷിക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. വൈദ്യുതി സബ്സ്റ്റേഷനടുത്തുള്ള 100 ഏക്കർ സ്ഥലമാണ് പദ്ധതിക്കായി നൽകാൻ തീരുമാനിച്ചത്. ഇതിനായുള്ള സർവേ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾ എതിർപ്പുമായി രംഗത്തെത്തിയത്. ഭൂമി ഓരോരോ പദ്ധതികൾക്കായി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഇല്ലാതാകുന്നത് തങ്ങളുടെ ജോലിയാണെന്ന തിരിച്ചറിവാണ് ഇവരുടെ എതിർപ്പിന് കാരണം. ഇതോടെ റവന്യൂ മന്ത്രി ഇടപെട്ട് സർവേ നിർത്തിവെപ്പിക്കുകയായിരുന്നു. ഇതിനു പുറമെ അരിയിട്ടപ്പാറയിൽ 475 ഏക്കറിൽ പ്രഖ്യാപിച്ച സോളാർ പാർക്കിന് മേലും കരിനിഴൽ വീണു കഴിഞ്ഞു. ഇതും ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറായേക്കും. മഹാശിലായുഗ കാലഘട്ടത്തിലെ അപൂർവ പാറചിത്രങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലമാണ് സോളാർ പാർക്കിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ നടപ്പിലാക്കുന്ന പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം ഉൽപ്പാദിപ്പിച്ച 1.5 ലക്ഷം തൈകളുടെ വിതരണോദ്ഘാടനമാണ് നടന്നത്. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV കുഞ്ഞപ്പൻ, വാർഡ് കൺവീനർ M വനജ, കൃഷി അസിസ്റ്റന്റുമാരായ ഗീത P, സജിത് കുമാർ, പയ്യന്നൂർ കൃഷി ഓഫീസർ K സുനീഷ്, ബ്ലോക്ക് തല നഴ്സറി ഉടമ K രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വിപ്ലവ തേജസ് ഏണസ്റ്റോ ചെഗുവേര ഓർമ്മയായിട്ട് ഒക്ടോബർ 9-ന് 53 വർഷമാകുന്നു. ഈ വേളയിൽ ചെയുടെ 6 അടി ഉയരത്തിലുള്ള കോൺക്രീറ്റ് ശില്പം നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് പയ്യന്നൂർ സ്വദേശിയായ PV രാജീവൻ. ലാറ്റിൻ അമേരിക്കയിൽ നിന്നും എത്രയോ കാലം അകലെയാണ് കേരളം എന്ന കൊച്ചുദേശം. എന്നാൽ ചെഗുവേരയെ ഒരു വികാരം പോലെ നെഞ്ചേറ്റിയവരുടെ നാടും കൂടിയാണിത്. മരണത്തിനപ്പുറവും ലോകത്തിന്റെ വിപ്ലവ സൂര്യനായി ജ്വലിച്ചു നിൽക്കുന്ന ചെയെ ഇത്രയധികം തങ്ങളോട് ചേർത്ത് നിർത്തിയ മറ്റൊരു നാടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പൂർണ്ണനായ വിപ്ലവകാരിയായ ചെഗുവേരയുടെ പൂർണ്ണകായ ശില്പം നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനു സമീപത്തെ PV രാജീവൻ. വിപ്ലവ കമാൻഡർമാരുടെ യൂണിഫോമിൽ വലതു കൈയിൽ തോക്കേന്തി കഴുത്തിൽ ക്യാമറ തൂക്കി വെല്ലുവിളികളെ സ്വതസിദ്ധമായ ശൈലിയിൽ നേരിടുന്ന മുഖഭാവത്തോടെ നിൽക്കുന്ന 6 അടി ഉയരമുള്ള ചെഗുവേരയുടെ കോൺക്രീറ്റ് ശില്പം ഏവരെയും ആകർഷിക്കുന്നതാണ്. പ്രവാസിയും ശില്പിയുമായ രാജീവൻ ഇതിനു മുൻപും വേറിട്ട രീതിയിലുള്ള ശില്പങ്ങൾ മെനഞ്ഞെടുത്തിട്ടുണ്ട്. ഒറ്റത്തടിയിൽ തീർത്ത ഗാന്ധി ശില്പം, സ്വാതന്ത്ര്യ സമര സേനാനി TV അനന്തന്റെ ശില്പം, ഖാദി ഗ്രാമോദയയിലെ ഗാന്ധി ശില്പം തുടങ്ങിയവ രാജീവൻ തന്റെ കരവിരുതിൽ തീർത്തെടുത്തവയാണ്. എന്നാൽ ചെഗുവേരയുടെ ശില്പം ഇദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ചതാണ്. സാമ്പത്തിക ബാധ്യത കാരണം ശില്പം പൂർത്തീകരിക്കാനാവാതെ പോയി. ജീവിതം വഴിമുട്ടുന്ന അവസ്ഥയിൽ വീണ്ടും പ്രവാസ ലോകത്തേക്ക് മടങ്ങിയ രാജീവൻ വർഷങ്ങൾക്ക് ശേഷമാണ് താൻ അപൂർണമാക്കി പോയ ചെഗുവേരയുടെ ശില്പം പൂർണ്ണതയിലെത്തിച്ചത്. സാമ്പത്തിക ബാധ്യത ശില്പനിർമ്മാണത്തെ ബാധിച്ചുവെങ്കിലും ശില്പത്തെ ഏറ്റെടുക്കുവാൻ ആളുണ്ടാവുമെന്ന വിശ്വാസത്തിൽ കടമെടുത്തും മറ്റും ശില്പം പൂർത്തീകരിക്കുകയായിരുന്നു. എന്നാൽ ഇതുവരെയായിട്ടും ആവശ്യക്കാർ ആരും തന്നെ എത്തിയിട്ടില്ലെന്ന് രാജീവൻ പറയുന്നു. ക്യൂബൻ വിപ്ലവ നേതാവ് ഏണസ്റ്റോ ചെഗുവേരയുടെ ശില്പം കോൺക്രീറ്റിൽ നിർമ്മിച്ചതാണ്. 6 അടി ഉയരമുണ്ട്. 4-5 മാസത്തിൻ്റെ കഠിന പ്രയത്നത്തിലാണ് ഈ ശില്പം നിർമ്മിക്കാൻ കഴിഞ്ഞത്. ശില്പം നിർമ്മിക്കാൻ വേണ്ടി പണം വരാതെ വന്നപ്പോഴാണ് ഗൾഫിലേക്ക് തിരിച്ചു പോയത്. ഗൾഫ് ജീവിതം അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നതിന് ശേഷമാണ് ഈ ശില്പം പൂർത്തിയാക്കാൻ മുന്നോട്ട് വെച്ചത്. അതിനായി സുഹൃത്തുക്കളിൽ നിന്നും ലോൺ എടുത്തുമാണ് ഈ ശില്പം നിർമ്മിക്കാൻ കഴിഞ്ഞത്.
ഈ ശില്പം നിർമ്മിക്കാൻ വേണ്ടി സുഹൃത്തുക്കളുടെ ഓരോ അഭിപ്രായങ്ങളും തേടേണ്ടി വന്നു. കമ്പ്യൂട്ടർ വഴിയും മറ്റും പുസ്തകങ്ങൾ വഴിയും ഇതിനായി എല്ലാ വഴികളും തേടേണ്ടി വന്ന് ഈ ശില്പം ഭംഗിയായി നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷമാണ്. തന്റെ മാസ്റ്റർ പീസ് എന്ന് രാജീവൻ വിശ്വസിക്കുന്ന ചെഗുവേര ശില്പത്തെ ഫൈബറിലേക്ക് മാറ്റുവാനുള്ള ആഗ്രഹം രാജീവനുണ്ടെങ്കിലും സാമ്പത്തിക പ്രയാസം അതിന് അനുവദിക്കുന്നില്ല. ഏതായാലും മലയാളി ജീവിതത്തിന്റെ തൂണിലും തുരുമ്പിലും നിറസാന്നിധ്യമായ അനശ്വര വിപ്ലവകാരിയുടെ ജീവൻ തുടിക്കുന്ന ശില്പം ഏറ്റുവാങ്ങാൻ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ശില്പിയായ രാജീവൻ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പുഴയിലൂടെ മഴക്കാലത്ത് ഒഴുകിയെത്തിയ പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം ജനങ്ങൾക്ക് ദുരിതമാകുന്നു. പറവൂർ പൊന്നച്ചേരി പുഴയിലാണ് മാലിന്യ കൂമ്പാരമുള്ളത്. മഴക്കാലത്തൊഴുകിയെത്തിയ പ്ലാസ്റ്റിക് ബാഗുകളും ചാക്കുകളും കുപ്പികളും പുഴകളിൽ കുന്നുകൂടി കിടക്കുന്ന കാഴ്ചയാണിത്. പറവൂർ പൊന്നച്ചേരി പുഴയിലെ മാലിന്യ കൂമ്പാരമാണ് ഈ കാണുന്നത്. പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊഴുകിയെത്തി ഇവിടെ തങ്ങി നിൽക്കുകയാണ് ഇവയൊക്കെ. പുഴയോരത്തെ മരങ്ങൾ കടപുഴകി വീണ് കിടക്കുന്നതാണ് ഇവിടെ മാലിന്യങ്ങൾ തങ്ങി നിൽക്കാൻ കാരണമാകുന്നത്. കുടിവെള്ളത്തിനും മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ജലസ്രോതസ് കൂടിയാണിത്. പുഴകളിൽ കനത്ത മഴവെള്ളത്തിൽ ഒഴുകി വന്ന പ്ലാസ്റ്റിക് മാലിന്യം ഇപ്പോൾ ദുരിതമായി മാറിയിരിക്കുകയാണ്. ഓടക്കാടുകളിലും മറ്റും തങ്ങി നിന്ന പ്ലാസ്റ്റിക് ബാഗുകളും ചാക്കുകളും ഇതുപോലെ ഒഴുകി ചിലയിടങ്ങളിൽ കുന്നുകൂടിയിട്ടുണ്ട്. പുഴയിൽ വന്നടിഞ്ഞ മാലിന്യം ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട്. ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യം നീക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പരിസരവാസികൾക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണ്ടയംകോവിലെ ആയുർവേദ ആശുപത്രിയുടെ 1ാം നിലയുടെ ഉദ്ഘാടനം നടന്നു. ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ആങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ കുണ്ടയംകോവിലിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയുടെ 1ാം നിലയുടെ ഉദ്ഘാടനം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്നു. പഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതിയിൽ 9 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ആശുപത്രിയുടെ നവീകരണ പ്രവൃത്തിയും 1ാം നിലയുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഉഷ അധ്യക്ഷയായി. AE വാമനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM ബാലകേശവൻ, ഡോക്ടർ ദീപ K, P. വാസന്തി, PV കാഞ്ചന, VV ഭാസ്കരൻ, MV സുനിൽകുമാർ, KP കണ്ണൻ, രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ 2020-21 വർഷത്തിൽ 1ാം വിളയായി കൃഷിയിറക്കിയത് 671 ഏക്കറിൽ. സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 610 ഏക്കറിലും കൃഷിയിറക്കിയിട്ടുണ്ട്. 3 വില്ലേജുകളിലായി 16 പാടശേഖരങ്ങളാണ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നത്. 2020-21 വർഷത്തിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി 16 പാടശേഖരങ്ങളിലെ 1091 കർഷകർ ഏതാണ്ട് 610 ഏക്കർ സ്ഥലത്താണ് ഇത്തവണ 1ാം വിള നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഇതിനായി 28.9 ലക്ഷം രൂപ പ്ലാൻ ഫണ്ടിൽ നിന്നും ചിലവഴിച്ചു. ഇതിനു പുറമെ 13.42 ലക്ഷം രൂപ കൃഷിവകുപ്പും ഇതിനായി അധികം ചിലവഴിച്ചിട്ടുണ്ട്. പയ്യന്നൂർ നഗരസഭയെ തരിശുരഹിതമാക്കുന്നതിനായി നഗരസഭാ പരിധിയിലെ വർഷങ്ങളായി തരിശിട്ടിരിക്കുന്ന വയലുകളിൽ കൃഷിയിറക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുകയും ഇതിന് നഗരസഭ തനത് ഫണ്ടിൽ നിന്നും 9 ലക്ഷം രൂപ കൂടി വകയിരുത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി 2020-21 1ാം വിളകാലത്ത് 62 കർഷകർ 61 ഏക്കർ സ്ഥലത്ത് പുതിയതായി നെൽകൃഷി ഇറക്കി. ഇതിനായി 5.85 ലക്ഷം രൂപ നഗരസഭ ഇതുവരെ ചിലവഴിച്ചു. 2020-21 വർഷത്തിൽ 1ാം വിളയായി ഇത്തവണ 671 ഏക്കർ സ്ഥലത്താണ് 2 പദ്ധതികളിലുമായി നെൽകൃഷി ഇറക്കിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 110 ഏക്കർ അധികമാണ്. 2020-21 2ാം വിളക്കാലത്ത് 300 ഏക്കർ നെൽകൃഷിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനായി പയ്യന്നൂർ നഗരസഭ 18.7 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സർക്കാർ ജീവനക്കാരെ അവഗണിക്കുന്നതായി ആരോപിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങി ജീവനക്കാർ. UDF സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരാണ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. കൊറോണ കാലയളവിൽ പോലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജീവനക്കാരോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ സമരത്തിനൊരുങ്ങുന്നത്. സമയബന്ധിതമായി ശമ്പളം നൽകുക, അകാരണമായി പിടിച്ചുവെച്ച DA ഉടൻ അനുവദിക്കുക, സർവീസിൽ നിന്ന് പിരിഞ്ഞുപോയ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ച നടപടി അവസാനിപ്പിച്ച് ഉടൻ വിതരണം ചെയ്യുക, ജീവനക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറയുന്നു. വളരെ കുട്ടിയാഘോഷിച്ചുകൊണ്ട് പെരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുത്തു എന്ന് പറയുമ്പോഴും വിവിധങ്ങളായ ആവശ്യങ്ങൾ ഇപ്പോഴും ജീവനക്കാർക്ക് നൽകാൻ ബാക്കിയിരിക്കുകയാണ്. രണ്ടര വർഷക്കാലമായി
ജീവനക്കാർക്ക് കിട്ടേണ്ടുന്ന DA ആനുകൂല്യം നിഷേധിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ തലത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എല്ലാ മേഖലയിലും തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, DAയുടെ കാര്യം 2.5 വർഷമായി DAയുടെ കാര്യം പല വിധത്തിൽ എല്ലാ മേഖലയിലും വകുപ്പ് മന്ത്രിയോടും അതുപോലെ തന്നെ DME അതുപോലെ തന്നെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിഷേധാത്മകമായ സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പെരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ആരംഭ കാലഘട്ടം മുതൽ ഏകദേശം തുച്ഛമായ ശമ്പളം 600 തൊട്ട് 800 രൂപ വരെ തുച്ഛമായ ശമ്പളം മേടിച്ച് 30-35 വർഷത്തോളം സർവീസ് ചെയ്ത ജീവനക്കാർ പിരിയുമ്പോൾ 10-25 വർഷക്കാർ പിരിയുമ്പോൾ അവർക്ക് കിട്ടേണ്ടുന്ന ഗ്രാറ്റുവിറ്റി അടക്കമുള്ളത് നിഷേധിക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ ഏപ്രിൽ മുതലുള്ള ഈ പിരിഞ്ഞുപോയ ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി അടക്കം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ജീവനക്കാരെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റും അത് ഒരു പാഠമായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ പ്രതിഷേധിക്കാനാണ് ഇന്ന് ഇവിടുത്തെ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിച്ചുകൊണ്ട് ജീവനക്കാരെ സമരത്തിലേക്ക് തള്ളിവിടുന്നതിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. സമരത്തിന് മുന്നോടിയായി ജീവനക്കാരുടെ ആവശ്യങ്ങളും ആശങ്കകളും പങ്കുവച്ചുകൊണ്ട് യൂണിയന്റെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു. PI ശ്രീധരൻ, UK മനോഹരൻ, TV ഷാജി, KV ദിലീപ് കുമാർ, OB സീന, സജിത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. KSEB സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കത്തിനെതിരെ KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. പെരുമ്പ, പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, KSEB ഓഫീസ് പരിസരം എന്നിവിടങ്ങളിലായാണ് ധർണാ സമരം നടത്തിയത്. പെരുമ്പയിൽ CITU ജില്ലാ കമ്മിറ്റി അംഗം VK ബാബുരാജ്, CV വിനോദ് എന്നിവർ നേതൃത്വം നൽകി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, JN എന്നിവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഡിവിഷൻ കമ്മിറ്റി മെമ്പർ BP ഗോവിന്ദൻ, K രാഘവൻ എന്നിവർ ധർണാ സമരത്തിൽ സംബന്ധിച്ചു. KSEB ഓഫീസ് പരിസരത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി TP സൂരജ്, യൂണിറ്റ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ എന്നിവർ ധർണാ സമരത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സമഗ്ര ശിക്ഷ കേരളം, പയ്യന്നൂർ BRCയുടെയും റോട്ടറി ക്ലബ് പയ്യന്നൂർ മിഡ് ടൗൺ ആൻഡ് ഫോറവും ചേർന്ന് ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് മുട്ടക്കോഴി വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. കൊറോണ കാലത്ത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിനു വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി രക്ഷിതാക്കൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുട്ടക്കോഴികൾ വിതരണം ചെയ്തത്. പയ്യന്നൂർ BRC ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KP ജ്യോതി ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളം ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസർ TP അശോകൻ വിശിഷ്ടാതിഥിയായി. ആൻസ് ഫോറം പ്രസിഡന്റ് സുമ അജിത് അധ്യക്ഷത വഹിച്ചു. മിഡ് ടൗൺ റോട്ടറി പ്രസിഡന്റ് S സൈനുദ്ദീൻ പദ്ധതി വിശദീകരിച്ചു. KC പ്രകാശൻ, വിദ്യ മുകേഷ്, സുരേഷ് ഷേണായി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ ആലക്കാട്ടെ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MTP നൂറുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക സംഘം, കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കാങ്കോൽ ഈസ്റ്റ് ആലക്കാടിൽ നടത്തിയ കരനെൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. വർഷങ്ങളായി കാട് പിടിച്ചു കിടന്ന ഒരേക്കർ സ്ഥലത്താണ് കരനെൽ കൃഷി ചെയ്തത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് പ്രസ്തുത സംഘടനകൾ കൃഷി ഇറക്കിയത്. കൃഷി ഓഫീസർ സുഷ, P ശശിധരൻ, KP കണ്ണൻ, NK ഗംഗാധരൻ, KK മധുസൂദനൻ, PV കുഞ്ഞിക്കണ്ണൻ, KM മുരളീധരൻ, M കേശവൻ, KK ദാമോദരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രമുഖ നർത്തകനും അന്തരിച്ച കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനി നേരെ നടന്ന ജാതി വിവേചനത്തിനെതിരെ ബോയ്സ് കോക്കോട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നടന്ന പ്രതിഷേധ പരിപാടിയിൽ ബോയ്സ് കൊക്കോട്ട് ദീപം തെളിയിച്ച് ഡോക്ടർ RLV രാമകൃഷ്ണൻ ഐക്യദാർഢ്യം രേഖപ്പെടുത്തി. T സന്ദീപ്, P അനീഷ്, P ജോഷി, M അഖിൽ, K പ്രജിൻ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ ആശങ്കയുണർത്തി കോവിഡ് സമ്പർക്ക കേസുകൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം രോഗം സ്ഥിരീകരിച്ചത് 38 പേർക്ക്. സൗഹൃദ സന്ദർശനം വഴിയും ബന്ധുവീടുകളിലേക്കുള്ള സന്ദർശനത്തിലൂടെയുമാണ് കോവിഡ് ബാധിച്ചതെന്ന് ആരോഗ്യവകുപ്പ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 147 ഡോക്ടർമാർക്കും 521 നഴ്സുമാർക്കും സർക്കാർ അംഗീകാരം നൽകി.
247 അധ്യാപക തസ്തികകളിൽ 100 എണ്ണം പുതിയ നിയമനങ്ങൾ. ചീമേനിയിൽ വരുമെന്ന് പ്രഖ്യാപിച്ച വൈദ്യുതി സബ്സ്റ്റേഷനും സോളാർ പാർക്കും ഉപേക്ഷിക്കാൻ സാധ്യത. തൊഴിലാളികളുടെ എതിർപ്പാണ് പദ്ധതി ഉപേക്ഷിക്കുവാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. വിപ്ലവ തേജസ് ഏണസ്റ്റോ ചെഗുവേര ഓർമ്മയായിട്ട് ഒക്ടോബർ 9 53 വർഷമാകുന്നു. ഈ വേളയിൽ ചേയുടെ 6 അടി ഉയരത്തിലുള്ള കോൺക്രീറ്റ് ശില്പം നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് പയ്യന്നൂർ സ്വദേശിയായ PV രാജീവൻ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.